Welcome all. So today we are going to discuss about the course School Psychology. So School Psychology എന്ന് പറയുന്ന ഈ ഒരു ന്യൂ കോഴ്സിൽ നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ സൈക്കോളജി. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആണ് വരുന്നത്, സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ഇതിൽ നമുക്ക് 2 യൂണിറ്റ്സ് വരുന്നുണ്ട്, സെക്കൻഡ് യൂണിറ്റ് ആൻഡ് തേർഡ് യൂണിറ്റ്. അതിൽ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ദ തേർഡ് യൂണിറ്റ് ഈസ് ഡെവലപ്മെന്റൽ തിയറീസ്. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ഇതിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്, യൂണിറ്റ് 4, 5 ആൻഡ് 6. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, internalizing problems in children and adolescents, and sixth unit externalizing problems in children and adolescents. പിന്നെ വരുന്നത് നാലാമത്തെ ബ്ലോക്ക് ആണ് ഇന്റർവെൻഷൻസ് ആൻഡ് ചൈൽഡ് റൈറ്റ്സ്. ഇതിൽ നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുണ്ട്, യൂണിറ്റ് 7, 8 ആൻഡ് 9. അതിൽ ഏഴാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റെഫറൽ തെറപ്പീസ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. 8th യൂണിറ്റ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ആൻഡ് ദ 9th യൂണിറ്റ് ഈസ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് സേഫ്റ്റി. സോ നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സ് ആണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. അതിൽ ടോട്ടൽ ആയിട്ട് 9 യൂണിറ്റ്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. സോ വാട്ട് ഈസ് സ്കൂൾ സൈക്കോളജി? സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അത് നമുക്ക് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് വിച്ച് ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഓഫ് സൈക്കോളജി വിച്ച് ഫോക്കസ് ഓൺ ചിൽഡ്രൻ, അഡോളസൻസ്, സ്കൂളിംഗ് പ്രോസസ് ആൻഡ് ഫാമിലീസ്. സോ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒന്നാണ്. അത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ്രൻ, അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, അതുപോലെ തന്നെ അവരുടെ സ്കൂളിംഗ് പ്രോസസ് ആൻഡ് ഫാമിലീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊള്ളുള്ള ഒരു കോഴ്സാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. സോ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ്. ഹാസ് റൂട്ട്സ് ഇൻ ഏരിയാസ് ലൈക്ക് ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിയും പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. It explains many problems like social or interpersonal problems, disabilities, disorders that affect learning or behaviors, and other challenging issues during the growing years like സബ്സ്റ്റൻസ് യൂസ്. സോ സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം ചിൽഡ്രൻ അതുപോലെ തന്നെ അഡോളസൻസ് ഏജ് ഗ്രൂപ്പ് അതിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ സ്പെഷ്യലൈസ്ഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്, അവർക്കുണ്ടാവുന്ന ഡിസബിലിറ്റീസ്, ഇതിനെ കുറിച്ചൊക്കെ സ്കൂൾ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവർക്കുണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ലേണിംഗ് ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസ്, ചാലഞ്ചിങ് ഇഷ്യൂസ്, പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ലൈക്ക് സബ്സ്റ്റൻസ് യൂസ്. ഇതൊക്കെയാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ അണ്ടറിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. അപ്പം എന്താണ് സ്കൂൾ സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ്, എവിടെയാണ് നമുക്ക് സ്കൂൾ സൈക്കോളജിസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം സ്കൂളിൽ തന്നെ നിരവധി മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. സോ എസ്പെഷ്യലി ഈ രീതിയിലുള്ള ഡിസോർഡേഴ്സിനെ ഫോക്കസ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള അസസ്മെന്റ് ഇന്റർവെൻഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനും അവിടെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് ഇവിടെ നമ്മൾ കുട്ടികളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അപ്പം സ്കൂളിംഗ് പ്രോസസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അത് ഫോസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനും സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ രീതിയിലുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഒക്കെയുള്ള കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിനെ ഡയഗ്നോസ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പർ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ പ്ലാൻ ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും സോഷ്യൽ ഇമോഷണൽ ഫംഗ്ഷനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അവർ അസസ്മെന്റ്, ഇന്റർവെൻഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് അവിടെ എൻഹാൻസ് ചെയ്യുന്നത് വഴി അവർ ഇന്ററാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടൊക്കെയാണ്. അപ്പം ഈ ഒരു കൺസൾട്ടേഷൻ കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻ അല്ലെങ്കിൽ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ സ്കൂളിംഗ് പ്രോസസ്
പിന്നെ അതുപോലെ തന്നെ ഫാമിലീസ്, പിന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, ടീച്ചേഴ്സ് ആവട്ടെ, ഫാമിലീസ് ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവട്ടെ. അപ്പം ഇതൊക്കെയാണ് ഇവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ കൂടി സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ മേജർ റോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ വൈഡ് ആയിട്ട് ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ അണ്ടറിൽ നമ്മൾ 9 യൂണിറ്റ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് യൂണിറ്റ്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ സൈക്കോളജി ആണ്. അപ്പം അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ, ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡിഫൈനിങ് സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിയുടെ തന്നെ ഡിഫറെന്റ് ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി, ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ ആവശ്യകത അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഡ് കറന്റ് ട്രെൻഡ്സ്, സ്കൂൾ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ future of school psychology in India, roles and functions of a school psychologist. ഇത്രയും മേജർ ടോപ്പിക്സ് ആണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ അണ്ടറിൽ, സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. അപ്പം സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒന്നാണ്. സൈക്കോളജിയുടെ ബ്രാഞ്ചസ് നിരവധിയാണ്. അതിൽ കൗൺസിലിംഗ് സൈക്കോളജി വരുന്നുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി വരുന്നുണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഇങ്ങനെ കുറെ അധികം ബ്രാഞ്ചസ് സൈക്കോളജിക്ക് ഉണ്ട്. അപ്പം അതിൽ വരുന്ന ഒന്നാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ബ്രാഞ്ചസും അതിന്റെ ഫീച്ചേഴ്സിൽ ഡിഫറൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നത്. ഇപ്പം ഇതെല്ലാം സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ചസ് ആണ് എങ്കിൽ കൂടിയും അതിന്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്കൂൾ സൈക്കോളജി എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വരാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കുറെ സ്കൂൾസിൽ സ്കൂൾ കൗൺസിലേഴ്സിനെ നിയമിക്കാനായിട്ട് തുടങ്ങി. അതായത് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ശാഖ അത് പ്രൊഫഷണൽ ആവുന്നതിന് മുന്നേ തന്നെ സ്കൂൾ കൗൺസിലേഴ്സിനെ നമ്മൾ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോബിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സിനെ നമ്മൾ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ നിയമിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം CBSEയിലൊക്കെ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്കൂൾസിലും സ്കൂൾ കൗൺസിലേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിയമിക്കുന്നുണ്ട്. അപ്പം സ്കൂൾ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേ ഡയറക്റ്റഡ് ടു കേറ്റർ ടു ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ഹു ബിലോങ്സ് ടു അറ്റ് റിസ്ക് പോപ്പുലേഷൻ ആൻഡ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പം സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള അതുപോലെ തന്നെ റിസ്ക് പോപ്പുലേഷനിലുള്ള കുട്ടികൾ, ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്കൂൾ കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും സ്കൂൾ കൗൺസിലേഴ്സിനെ നമ്മൾ സ്കൂൾസിൽ എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലേഴ്സ് ഈസ് ടിപ്പിക്കലി എൻഗേജ്ഡ് ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് സെഷൻസ് ആൻഡ് ഗൈഡൻസ് സർവീസസ്. സോ റോൾസ് ഓഫ് സ്കൂൾ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ നീഡ്സ് അതുപോലെ തന്നെ റിസ്ക് പോപ്പുലേഷനിലുള്ള ചിൽഡ്രനെയാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുമുള്ള സെഷൻസ്, ഗൈഡൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് സ്കൂൾ കൗൺസിലേഴ്സിന്റെ മേജർ റോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ഈ ഒരു സ്കൂൾ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കൗൺസിലർ, സ്കൂൾ സൈക്കോളജിസ്റ്റ് ഒക്കെ സിമിലർ ടേംസിലാണ് വരുന്നത്, പക്ഷെ എല്ലാ ഫീൽഡും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. സോ സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്കൂൾ കൗൺസിലേഴ്സ്, സ്കൂൾ സൈക്കോളജി ടേംസ് ഒക്കെ സിമിലർ ആയിട്ടാണ് വരുന്നത്. സോ ദ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ റോൾസ്. അതായത് നമുക്ക് ഇപ്പം ഓരോ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള റോൾസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയാലും സ്കൂൾ കൗൺസിലേഴ്സ് ആയാലും റോൾസിൽ വരുന്ന ഡിഫറൻസിയേഷൻ അതിലാണ് അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്കൂൾ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ there are a wide array of roles that are played by a school psychologist, but whether these roles are enacted or not will depend on the professional training that is received by the school psychologist. സ്കൂൾ സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത്. സോ അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ റോൾസിലും ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സ്കൂൾ കൗൺസിലേഴ്സും സ്കൂൾ സൈക്കോളജിസ്റ്റും ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇന്ത്യയിൽ
നമ്മൾ പറഞ്ഞു സ്കൂൾ കൗൺസിലേഴ്സിനെ നമ്മൾ കൂടുതലായിട്ടും ഇപ്പൊ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ നിയമിക്കുന്നുണ്ട്. സ്പെഷ്യൽ നീഡ്സ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ പ്രോപ്പർ ഗൈഡൻസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുമാണ് കൂടുതലായിട്ടും നമ്മൾ സ്കൂൾ കൗൺസിലേഴ്സിനെ നിയമിക്കുന്നത്. പക്ഷെ ഇവിടെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുമ്പോൾ, സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വേറ്റ് നോളേജ് ഉള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ റോൾസിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രണ്ട് ടേംസും യൂസ് ചെയ്യുന്നത്, സ്കൂൾ കൗൺസിലർ ആൻഡ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ സൈക്കോളജിസ്റ്റ്, സ്കൂൾ സൈക്കോളജിയുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് എന്താണ്, അവരുടെ നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി, പിന്നെ ഇഷ്യൂസ് കൺസേണിങ് ദ സ്കോപ്പ് ഓഫ് ദിസ് ഫീൽഡ് ആൻഡ് ഓൾസോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫൈനിങ് സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിയുടെ മേജർ ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ മേജർ റോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഈ ഒരു സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആണ്. യൂഷ്വലി നമ്മൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും സ്കൂൾ സൈക്കോളജിയും ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ബ്രാഞ്ചസ് ആണ്. പക്ഷേ എങ്കിൽ കൂടിയും അത് സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും എംഫസൈസ് ചെയ്യുന്നത് ലേണിംഗ് എൻവയോൺമെന്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് വർക്ക്സ് ടുവേർഡ്സ് മേക്കിംഗ് ദ അക്കാഡമിക് ജേർണി ഓഫ് സ്കൂൾ ചിൽഡ്രൻ എ ഫ്രൂട്ട്ഫുൾ പ്രോസസ്. അപ്പോൾ ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ. അപ്പം ഇവരുടെ ഒരു ലേണിംഗ് എൻവയോൺമെന്റിനെ ഫോസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനും പിന്നെ അവരുടെ അക്കാഡമിക് ജേർണി കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം നമുക്കുള്ളത്. അല്ലെങ്കിൽ school psychology and educational psychology both are focused on അല്ലെങ്കിൽ emphasize on the learning environment of the child and work towards making the academic journey of school children a fruitful process. So ഇതാണ് ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അഡിക്വേറ്റ് നോളജ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചും, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ഡിസബിലിറ്റീസ്, സ്പെഷ്യൽ നീഡ്സ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഗൈഡൻസ്. അപ്പം ഇതിനെ കുറിച്ചൊക്കെ അഡിക്വേറ്റ് നോളേജ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ജോബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും സ്കൂൾ സൈക്കോളജിയും സിമിലർ ആയിട്ട് വരുന്നതാണെങ്കിൽ കൂടിയും സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിലൊരു സ്പെഷ്യൽ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡിക്വേറ്റ് നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചും അവർക്ക് ഉണ്ടാവുന്ന മെന്റൽ കൺസേൺസിനെ കുറിച്ചും പിന്നെ എന്താണ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ജോബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. They also address the mental health concerns of school children. So school children അവർക്കുണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് കൺസേൺസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കൂടി അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചും അവർക്കുണ്ടാവുന്ന ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചും ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഓക്കെ, the student-centric and individual sessions that are typically carried out by a school psychologist require the skills of a counseling psychologist. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ സെഷൻസും അതുപോലെ തന്നെ ഗ്രൂപ്പ് സെഷൻസും കണ്ടക്ട് ചെയ്യാനും അത് ക്യാരിഡ് ഔട്ട് ചെയ്യാനുമുള്ള സ്കില്ല് കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ കൗൺസിലറുടെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ സ്കില്ല് കൂടി അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. So school psychologists are also required to plan interventions and preventive programs, use consultation with school teachers as well as parents, and also employ action research to address the various mental health concerns. So in totally school psychologist എന്ന് പറയുമ്പോൾ അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഇപ്പം നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യാനും അത് ക്യാരിഡ് ഔട്ട് ചെയ്യാനുമുള്ള ഒരു സ്കിൽ അഥവാ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ സ്കില്ലും അവർക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കൺസേൺസ് കണ്ടുപിടിക്കാനും
ചെയ്യാനും അതിനെ അസസ് ചെയ്യാനും പ്രോപ്പറായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് പ്ലാൻ ചെയ്യാനും ഒക്കെ ഇവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ അഥവാ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഇവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ കൂടി ഈ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോളിൽ വരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി ആണ്. അതിലെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. സ്കൂൾ സൈക്കോളജി ഇസ് എ ജനറൽ പ്രാക്ടീസ് ആൻഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡർ specialty of professional psychology that is concerned with the science and practice of psychology with children, youth, families, learners of all ages and the schooling process. ഇപ്പൊ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്, അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ജനറൽ പ്രാക്ടീസ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡർ ആണ്. അത് കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ഓഫ് സൈക്കോളജി വിത്ത് ചിൽഡ്രൻ, യൂത്ത്, families, learners of all ages and the schooling process. So school psychology ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ചിൽഡ്രൻ, അതുപോലെ തന്നെ യൂത്ത്, ഫാമിലീസ്, പിന്നെ ലേണേഴ്സ് ഓഫ് ഓൾ ഏജസ്, ദെൻ സ്കൂളിംഗ് പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വരുന്ന സൈക്കോളജിയുടെ ഒരു ഹെൽത്ത് സർവീസ് ജനറൽ പ്രാക്ടീസ് പ്രൊവൈഡർ സ്പെഷ്യാലിറ്റി ആണ് എന്ത് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. The basic education and training of school psychologists prepares them to provide a range of psychological assessment, intervention, prevention, health promotion, and program development and evaluation services with a special focus on the developmental process of children and youth. So, school psychologist in a special training, special എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാനും പിന്നെ ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുടെ പ്രിവെൻഷൻ, പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ, ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പ്രോഗ്രാം ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സർവീസസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ ഡെവലപ്മെന്റൽ പ്രോസസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്. ഇപ്പം കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് അഥവാ യൂത്ത് ആൻഡ് ചിൽഡ്രൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്, ഇവാലുവേഷൻ സർവീസസ് ഒക്കെ ചെയ്യുന്നതും സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾസ്, ഫാമിലീസ് ആൻഡ് അതർ സിസ്റ്റം. സോ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഡെഫിനേഷൻ പ്രകാരം സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ജനറൽ പ്രാക്ടീസ് ആൻഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡർ സ്പെഷ്യാലിറ്റി ആണ്. അത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് വെച്ചാൽ ഒന്ന് സൈക്കോളജി വിത്ത് ചിൽഡ്രൻ, യൂത്ത്, ഫാമിലീസ്, ലേണേഴ്സ് ഓഫ് ഓൾ ഏജസ് ആൻഡ് ദ സ്കൂളിംഗ് പ്രോസസ്. പിന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ അസസ്മെന്റ്, അതുപോലെ തന്നെ ഇന്റർവെൻഷൻ, പ്രിവെൻഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, ദെൻ കുട്ടികളുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾസ്, ഫാമിലീസ് ആൻഡ് അതർ സിസ്റ്റം. സോ ഇതാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ ആണ്. അപ്പം അവരുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദ ടേം സ്കൂൾ സൈക്കോളജി ഈസ് യൂസ്ഡ് ഇൻ എ ജനറൽ ഫോം ടു റെഫർ to professional prepared in psychology and education who are recognized as specialists in the provision of psychological services to children and youth within the context of schools, families, and other settings that impact their growth and development. So, according to International School Psychology Association definition, school psychology, അല്ലെങ്കിൽ school psychologist എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസ് പ്രിപ്പയർഡ് ഇൻ സൈക്കോളജി, സൈക്കോളജിയിൽ അത് പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ പ്രോപ്പർ ട്രെയിനിങ്സ് കിട്ടിയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹു ആർ റെക്കഗ്നൈസ്ഡ് ആസ് സ്പെഷ്യാലിസ്റ്റ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് സൈക്കോളജിക്കൽ സർവീസസ്. സോ അവര് ഫോക്കസ് ചെയ്യുന്ന മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ചിൽഡ്രൻ, യൂത്ത് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്കൂൾസ്, ഫാമിലീസ് ആൻഡ് അതർ സെറ്റിംഗ്സ് ദാറ്റ് ഇമ്പാക്ട് ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ ഡെവലപ്മെന്റും ഗ്രോത്തും പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന കാറ്റഗറീസ് ആണ് ഫാമിലീസ്, സ്കൂൾസ് എന്ന് പറയുന്നത്. സോ ഇതും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത്.
And also the term refers to and it means to include educational psychologists and other who display quantities. This document associated with school psychology. So international school psychology definition പ്രകാരം സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്സ് കിട്ടിയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അവർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ചിൽഡ്രൻ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ്. എസ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന സ്കൂൾസ്, ഫാമിലീസ് ആൻഡ് അതർ സെറ്റിംഗ്സ്, ഇതിനെ കൂടി സ്കൂൾ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ സ്കൂൾ സൈക്കോളജിക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ the school psychology encompasses important domains of learning, behavior, mental health, and aims to enable children and adolescents to succeed academically, socially, behaviorally, emotionally. അപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അവർക്ക് അവരുടെ ലേണിംഗ്, അതുപോലെ തന്നെ ബിഹേവിയർ, മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ബിഹേവിയറലി, ഇമോഷണലി, സോഷ്യലി, അക്കാഡമിക്കലി സക്സീഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. സോ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ മേജർ റോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. എസ്പെഷ്യലി ഇമോഷണലി, ബിഹേവിയറലി, സോഷ്യലി, അക്കാഡമിക്കലി അവർക്ക് ഒരു സക്സസ് നൽകുക എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ മേജർ റോൾ എന്ന് പറയുന്നത്. സോ ഇതാണ് ഡെഫിനിഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി. അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ആണ് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി. അപ്പം സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം കുറെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറേയധികം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് സർവശിക്ഷ അഭിയാൻ, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതിൽ 2000 സർവശിക്ഷ അഭിയാൻ വന്നിട്ടുള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2010 വന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇനിഷ്യേറ്റീവ്സ് ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് അവരുടെ അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് വരുന്നതാണ് സർവശിക്ഷ അഭിയാൻ, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. Thus ensuring a greater enrollment of students and a lower rate of school dropouts. So ഈ ഒരു പ്ലാൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ്സിന്റെ മേജർ ഫോക്കസ് എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ എൻറോൾമെന്റ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പല സ്കൂൾസിലും സൈക്കോളജി എന്ന് പറയുന്നത് കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം സ്കൂൾസിലാവട്ടെ അതുപോലെ തന്നെ ഇപ്പം കോളേജിലാവട്ടെ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി കുട്ടികൾ ഇത് സെലക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജി ആയാലും കൗൺസിലിംഗ് സൈക്കോളജി ആയാലും അവർക്ക് സ്കൂൾ കൗൺസിലേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ കിട്ടുന്നത്. സോ ഇപ്പം ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഒരു ഫ്യൂ ഡിക്കേഡ്സ് ആയിട്ട് കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് വരുന്നുണ്ട്. സ്കൂൾസിലാണെങ്കിലും അതുപോലെ തന്നെ കോളേജസിലാണെങ്കിലും ഈ ഒരു കോഴ്സിനെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുറേയധികം ട്രാൻസിഷൻസും അതുപോലെ തന്നെ ചേഞ്ചസും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം ഉള്ളത്. അപ്പം ഈ സ്കൂൾ സൈക്കോളജി ഇങ്ങനെ പല ഏരിയാസിലും അത് എമേർജ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ,
പിന്നെ മറ്റൊരു റീസൺ എന്താന്ന് വെച്ചാൽ, അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ നീഡാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു റീസൺ എന്താന്ന് വെച്ചാൽ, അതായത് കുറെ ഫാക്ടേഴ്സ് ഈ ഒരു നീഡിലോട്ട് ലീഡ് ചെയ്യുന്ന കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റിനെ നിയമിക്കാൻ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് കൂടുതൽ കൂടുതൽ പോപ്പുലറൈസ് ആവാൻ അതിലോട്ട് ലീഡ് ചെയ്യുന്ന കുറെ അധികം സ്റ്റേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സൂയിസൈഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പം സൂയിസൈഡ് റേറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി 15 മുതൽ 29 വയസ്സ് വരെയുള്ള ഈ ഒരു കാറ്റഗറിയിൽ കൂടുതൽ സൂയിസൈഡും കമ്മിറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് ആണ്. സോ അതിന്റെ ഒരു മേജർ റീസൺസ് എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹയർ അക്കാഡമിക് സ്ട്രെസ്. അവർക്ക് ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ അവർക്ക് ഉണ്ടാവുന്ന ഹൈ സ്ട്രെസ്, അതുപോലെ തന്നെ ഫെയിലിയർ ഇൻ റിലേഷൻഷിപ്സ്, ടീച്ചേഴ്സ് ആവട്ടെ പാരന്റ്സ് ആവട്ടെ, അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ലോസ്, ദെൻ ഇൻഅഡിക്വേറ്റ് കോപ്പിംഗ് മെക്കാനിസം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ്, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, അവരുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള സപ്പോർട്ട് കുറവായത് കാരണം, അപ്പം ഇങ്ങനെ കുറെ റീസൺസ് കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതലും സ്റ്റുഡൻസ് ഈ ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ലാർജസ്റ്റ് റേറ്റ് വരുന്നത്. അതായത് 15 to 29 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിലാണ്. സോ അതിനുള്ള മേജർ റീസൺസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് ഹയർ അക്കാഡമിക് സ്ട്രെസ്, അതുപോലെ തന്നെ ഫെയിലിയർ ഇൻ റിലേഷൻഷിപ്പ്, ഇൻഅഡിക്വേറ്റ് കോപ്പിംഗ് മെക്കാനിസം, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ കാരണമാണ് അവർക്ക് ഈ ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്, students often are unable to find avenues for addressing their growing anxiety and stress. പലപ്പോഴും ഈ ഒരു സ്ട്രെസ് അതുപോലെ തന്നെ ആൻസൈറ്റി അവർക്ക് തുറന്ന് പറയാനും അല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അവന്യൂ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു സൂയിസൈഡ് നടക്കുന്നത്. സോ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സ്കൂൾ കൗൺസിലറിന്റെ നീഡ് അവിടെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഇന്ത്യയിൽ സൂയിസൈഡ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് അവിടെ നമുക്ക് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്. സോ അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു പെർമനന്റ് പൊസിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്കൂൾ സൈക്കോളജിസ്റ്റിനെ നിയമിക്കാൻ ഒരു പെർമനന്റ് പൊസിഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. പിന്നെ അവർക്കൊരു ഡെഫിനിറ്റ് റോൾസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ആൻഡ് ഓൾസോ ഡെഫിനറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻസും ഉള്ള സ്കൂൾ സൈക്കോളജിസ്റ്റിനെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം നമ്മുടെ കൺട്രിയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു മേജർ റീസൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റഡ് ഫാക്ടർ ആയിട്ട് വരുന്ന ഒന്നാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ കുറെ അധികം ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ കുറെ അധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്ലാൻ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പം ഈ ഒരു NEP എന്ന് പറയുമ്പോൾ അതിന്റെ മേജർ ഫോക്കസ് എന്താന്ന് വെച്ചാൽ, going movement in inclusive education in Indian schools. The policy also emphasizes on effective training of teachers, which would be positively impact the school children and comparatively reduce the burden of school psychologists. So NEP 2020 എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിന്റെ മേജർ ഫോക്കസ് അല്ലെങ്കിൽ അത് എംഫസൈസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനും കുട്ടികളുടെ ഇടയിൽ, സ്കൂൾ ചിൽഡ്രന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ ടീച്ചേഴ്സിന്റെ എഫക്റ്റീവ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആണ് NEP 2020 എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, they emphasize on health checkups that not only include the physical health of the child but also the mental health. NEP 2020 emphasize ചെയ്യുന്ന ഒരു കാര്യം കുട്ടികളുടെ
കുട്ടികളുടെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു എഫക്റ്റീവ് ട്രെയിനിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഹെൽത്ത് ചെക്കപ്പിനോടൊപ്പം തന്നെ കുട്ടികളുടെ സൈക്കോളജിക്കൽ വെൽബീങ് എത്രത്തോളമാണുള്ളത്, അല്ലെങ്കിൽ അവർ മെന്റലി എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവർ എംഫസൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിലുള്ള പ്ലാൻസ് ഒക്കെ ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അപ്പം അത് ഒരു സ്റ്റേറ്റഡ് ഫാക്ടർ ആണ്. അതായത് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റഡ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ റീസൺ ആണ് ഈ ഒരു NEP 2020 എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിന്റെ എമർജൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം കോവിഡ് ടൈം എന്ന് പറയുന്നത് COVID-19 അത് എമർജ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷനിൽ കൂടുതലും സ്കൂൾസ് ഒക്കെ ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പം ഇത്തരം സിറ്റുവേഷൻസിൽ സ്കൂൾ ടീച്ചേഴ്സിനെ പോലെ തന്നെ ഈ സ്കൂൾ സൈക്കോളജിസ്റ്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പം ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിലോട്ട് പോയ സമയത്ത് കുട്ടികളുടെ ബിഹേവിയേഴ്സ്, വേരിയസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ വരുന്ന വേരിയൻസ് ഒക്കെ അത് അവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് കോവിഡ് ഉണ്ടായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ കുറെ ഓൺലൈൻ തെറപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പലപ്പോഴും ഇപ്പം കുട്ടികൾക്ക് ഈ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സ്റ്റിഗ്മ വരുന്നുണ്ട്. അപ്പം ഓൺലൈനായിട്ട് തെറപ്പീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അതിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പം കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു സ്റ്റിഗ്മയ്ക്ക് അപ്പുറം അവർക്ക് ഓൺലൈൻ തെറപ്പീസ് എടുക്കാനും അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലേഴ്സിനെയും സ്കൂൾ സൈക്കോളജിസ്റ്റിനെയും ഒക്കെ സമീപിക്കാനുള്ള ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അവിടെ ലഭിച്ചത്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൂടെ കൂടെ തന്നെ അവിടെ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അപ്പം അതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് ആൻഡ് റെലവൻസ് എന്ന് പറയുന്നത്. പക്ഷേ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് അത് കൂടുതലായിട്ടും പോപ്പുലറൈസ് ആവുന്നതും അത് കൂടുതലായിട്ടും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതും വെസ്റ്റേൺ കൺട്രീസിലാണ്. ഓക്കെ, വെസ്റ്റേൺ കൺട്രീസിലാണ് ഒരു പെർഫെക്റ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ, പെർഫെക്റ്റ് റോൾസിലൊക്കെ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് കൂടുതലും അവര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും അതുപോലെ തന്നെ അക്കാഡമിക് കോഴ്സസും, ഈ ഒരു ഫീൽഡിൽ അക്കാഡമിക് കോഴ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ അതിൽ ലൈസൻസിൽ വരുന്ന ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് വരാത്തത്. അപ്പം അതാണ് വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതിൽ കൂടുതൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം there is thus an urgent need for professionalizing school psychology as an academic discipline leading to the stated factors. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറെ അധികം സ്റ്റേറ്റഡ് ഫാക്ടേഴ്സ് ഈ ഒരു സ്കൂൾ സൈക്കോളജിയുടെ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ്സിനെ കുറിച്ചും റെലവൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലോട്ട് ലീഡ് ചെയ്യുന്ന കുറെ അധികം സ്റ്റേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് സൂസൈഡ് റേറ്റ് ആണ്. അതായത് ഇന്ത്യയിൽ കുറെ കുട്ടികൾ, അതായത് എസ്പെഷ്യലി 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികൾ സൂസൈഡ് കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം അതിനുള്ള റീസൺസ് എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവർക്കുണ്ടാവുന്ന അക്കാഡമിക് സ്ട്രെസ്, അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെയാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും അതുപോലെ തന്നെ അതിനെ അഡ്രസ് ചെയ്യാനും അവർക്ക് ഒരു അവന്യൂ വേണം. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ, ഒരു പ്രൊഫഷണൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ സ്കൂൾ സൈക്കോളജിയുടെ നീഡിലോട്ട് ലീഡ് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റഡ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 NEP 2020 എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻസ് ഒക്കെ എമേർജ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് കുട്ടികൾക്ക് അവരുടെ ആ ഒരു സ്കൂളിംഗ് എൻവയോൺമെന്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റുഡന്റ് ടീച്ചർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ NEP 2020 മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടീച്ചർ ലേണിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെക്കാനിസം അത് കുട്ടികളെ എത്രത്തോളം പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു എമർജൻസിന് ശേഷം അല്ലെങ്കിൽ NEP 2020 ഇംപ്ലിമെന്റേഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ എമർജൻസി ഓഫ് ഓൺലൈൻ തെറപ്പിസ്റ്റ്, അതായത് കോവിഡ് വന്നതിന് ശേഷം
കൂടുതലായിട്ടും ഓൺലൈനിലോട്ട് നമ്മൾ മാറി. അപ്പം ആ സിറ്റുവേഷനിൽ കൂടുതൽ ആൾക്കാർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട്, അതായത് ഓൺലൈൻ തെറപ്പീസ് എടുക്കാനും അതുപോലെ തന്നെ അത് ചൂസ് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലും നമുക്ക് സ്കൂൾ സൈക്കോളജി അല്ലെങ്കിൽ ഓൺലൈൻ തെറപ്പീസ് എടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റഡ് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിലോട്ട് ലീഡ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് ആണ്. അതിൽ നമുക്ക് 1ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്, സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അത് മേജറായിട്ടും ഫോക്കസ് ചെയ്യുന്നത് യങ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ഡിസബിലിറ്റീസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാമിലീസ്, പിന്നെ ടീച്ചേഴ്സ്, ഇവരുമായിട്ടുള്ള കൺസൾട്ടേഷനും ഒക്കെ സ്കൂൾ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി ആണ്. സ്കൂൾ സൈക്കോളജിയുടെ തന്നെ മേജർ ഡെഫിനിഷൻസ് ആണ്. അതിൽ നമ്മൾ ആദ്യം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2ാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്കൂൾ സൈക്കോളജി അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. അപ്പം അവർ എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പം അത് സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒന്നാണ്. അത് മേജറായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ്രൻ, യൂത്ത് ആൻഡ് ഫാമിലീസിനെയാണ്. അതുപോലെ തന്നെ സ്കൂളിംഗ് പ്രോസസ്സും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ the basic education and training of school psychologists prepares them to provide a range of psychological assessment, intervention, prevention, and health promotion and programs development and evaluation services. So school psychologist കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു മെന്റൽ ഹെൽത്ത് കൺസേൺസിനെ അസസ് ചെയ്യുന്നുണ്ട്, അതിനെ പ്രോപ്പർ ആയിട്ട് അവരെ ഇന്റർവെൻഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ മേജർ റോൾ എന്ന് പറയുമ്പോൾ ലേണിംഗ്, ബിഹേവിയർ ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ അവരുടെ അക്കാഡമിക് ജേർണിയിൽ എങ്ങനെയൊക്കെ സക്സസ് ആക്കാം, അതായത് സൈക്കോളജിക്കലി, ഇമോഷണലി, സോഷ്യലി ആൻഡ് അക്കാഡമിക്കലി എത്രത്തോളം അവരെ സക്സസ് ആക്കാം എന്നുള്ളതാണ് ഇവര് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് സ്കൂൾ സൈക്കോളജി ആണ്. നമ്മളൊരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ്, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അതിലോട്ട് ലീഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂസൈഡ് റേറ്റ് ആണ്. അപ്പം കുട്ടികളിൽ ഈ ഒരു സൂസൈഡ് കമ്മിറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള റീസൺസ് അത് പലപ്പോഴും അവർക്കുണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രെസ് ആണ്. സോ അതിനെ അവർക്ക് അഡ്രസ് ചെയ്യാൻ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡിലോട്ട് ലീഡ് ചെയ്ത മറ്റൊരു കാര്യമാണ് ഇപ്പം ഈ കോവിഡ് വന്ന സമയത്ത് നമുക്ക് അവിടെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള കുറേയധികം ഓൺലൈൻ തെറപ്പീസ്. ഇപ്പം അവരുടെ സ്റ്റിഗ്മക്കപ്പുറം നമുക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ തെറപ്പീസിനെ സമീപിക്കാനും പിന്നെ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുട്ടികളുടെ നീഡ്സ് എത്രത്തോളമാണ് എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചു. സോ അത് ഒരു മറ്റൊരു റീസൺ ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം NEP 2020 പോലുള്ള പ്ലാൻസ് ഒക്കെ എമേർജ് ചെയ്ത് വന്നപ്പോൾ അവർ, അതായത് കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നൽകുന്ന രീതിയിലുള്ള പ്ലാൻസ് ആണ് ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലുള്ള പ്ലാൻസ് ഒക്കെ എമേർജ് ചെയ്ത് വന്നപ്പോൾ അവിടെയും സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഈ രീതിയിലാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ നീഡ് ആൻഡ് റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.